ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണ ജന്മാഷ്ടമി ദിവസത്തെ ഒരു വ്ളോഗ്, ഇല്ലെങ്കിൽ സൺഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പോൾ കൃഷ്ണ ജന്മാഷ്ടമി സൺഡേ ആയതുകൊണ്ട് ആ ഒരു ലീവ് അങ്ങ് പോയി കിട്ടി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ ഓണത്തിന് ശേഷമാണ് പൂക്കൾ ഉണ്ടായതെന്ന് മാത്രം. അപ്പോൾ രാവിലെ തന്നെ അമ്മ കുഞ്ഞിക്കണ്ണൻ്റെ കാൽപാദങ്ങളൊക്കെ ഇതുപോലെ പുറത്ത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചപ്പാത്തിയും ബാജിക്കറിയാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഒരു കൃഷ്ണ ജന്മാഷ്ടമിക്കായിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തണ്ടേ. അപ്പോൾ ടേബിളാണെങ്കിൽ ഫുള്ള് മെസ്സായി കിടക്കുമായിരുന്നു. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തു. അങ്ങനെ വൃത്തിയാക്കി ക്ഷീണിച്ചപ്പോൾ ഒരു പഴമൊക്കെ കഴിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇടാനുള്ള ഒരു പോസ്റ്റ്, കൃഷ്ണ ജന്മാഷ്ടമിയുടെ പോസ്റ്റ് ഞാൻ ഇതുപോലെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കലായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം എഡിറ്റൊക്കെ ചെയ്തു. ഇതാണ് നമ്മുടെ പോസ്റ്റ്. എന്നിട്ട് പിന്നെ ഞാൻ ടേബിൾ ക്ലോത്തും കല്ലൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ട് വിചാരിച്ചു ഒരു DIY ആയിട്ടുള്ള പ്ലാന്റ് പോട്ട് സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഐസ്ക്രീം ഡബ്ബയിലാണ് നമ്മൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഗ്യാസോടെ ഒരു 2-3 കോട്ടൊക്കെ അടിച്ച് വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള സ്കെച്ച് പെൻ ഒതുക്കലും പിന്നെ ഏതെല്ലോ പെന്നും കയറിലൊക്കെ കൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുത്തിട്ട് ആവശ്യമുള്ള പെന്നും കയറിലൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലഞ്ച് ടൈം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വിശന്നാൽ നമ്മളല്ലാതാവുമല്ലോ, അതുകൊണ്ട് നീ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ്, തൈര്, പിന്നെ പരിപ്പ് കറി, പിന്നെ ഇത് പഞ്ചസാര ചമ്മന്തി എന്നാണ് നമ്മൾ പറയാറ്. അതായത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കുറച്ച് നല്ല മധുരമുള്ള ചമ്മന്തിയാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. എന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ചു വന്നിട്ട് ബാക്കിയുള്ള പെയിന്റിങ് പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ് പോട്ട് സെറ്റപ്പ് ആക്കി. എന്നിട്ട് പിന്നെ ഞാൻ മണി പ്ലാന്റിന്റെ അപ്പുറം മൽപ്പിടുത്തം കളിക്കുകയാണ്. അതായത് കുറച്ച് കട്ടിങ്സ് ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ് പോട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട്? പെയിന്റും ആ ഒരു ചെടിയൊക്കെ ഒരുപോലെ ഉണ്ടെന്ന് മാത്രം, അതൊന്നും കരിയാക്കണ്ട. അങ്ങനെ ഈ സെറ്റപ്പ് ഒക്കെ കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു എൻകറേജ്മെന്റ് ആയിട്ട് ഈ ഒരു പേരക്കയും കൂടെ കഴിച്ച് അത് തീർത്തു. പിന്നെ ജന്മാഷ്ടമിയുടെ ഫീല് കിട്ടണമെങ്കിൽ പാൽപ്പായസം അത് നിർബന്ധം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്മ നല്ല അടിപൊളിയുള്ള ചൂട് പാൽപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചപ്പോഴാണ് ആ ഒരു ഫീല് കിട്ടിയത്. അപ്പോൾ ആ ഒരു ഫീലോടുകൂടി തന്നെ ഞാൻ പോയിട്ട് ലിറ്റിൽ കൃഷ്ണയുടെ ഒരു എപ്പിസോഡും ഞാനൊക്കെ കണ്ടു. ലിറ്റിൽ കൃഷ്ണ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു കുഞ്ഞു ജന്മാഷ്ടമി ദിവസം പോയിട്ടുണ്ടായത്. അപ്പോൾ കണ്ണനും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജന്മാഷ്ടമിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.